ഓക്കെ, ഒരിക്കൽ കൂടി നമ്മുടെ ഈ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന ചാപ്റ്ററിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ കഴിഞ്ഞത് എപ്പിസോഡിൽ ചെയ്തതിൻ്റെ ബാക്കിയായിട്ട് കുറേ കണ്ടിന്യൂറ്റിയുടെ കുറച്ച് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കൂടുതൽ പ്രോബ്ലംസിന് കോൺസെൻട്രേഷൻ കൊടുത്താണ് നമ്മൾ ക്ലാസ്സുകൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നമുക്ക് തിയറി കഴിഞ്ഞ് കൂടുതൽ പ്രോബ്ലത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ ഈ പ്രോബ്ലത്തിന് നമ്മൾ കൂടുതൽ ചെയ്താൽ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ അതിനകത്ത് മാസ്റ്റേഴ്സായി മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ നമ്മൾ കഴിഞ്ഞ് അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ എഫ്(x) = 2x. ഇതും ഒരു സ്പ്ലിറ്റ് ഫംഗ്ഷനാണ്. x <0 and 0 when x lies in between 0 and 1 means in the closed interval 0 1 and 4x if x greater than 1. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് ആക്ച്വലി ഇതൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് മെയിനായിട്ട് ഈ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 1 എന്നുള്ള ആ ഇൻ്റർവെല്ലിലാണ്. അപ്പോൾ നമ്മൾ ഈ രണ്ട് പോയിന്റിൽ വെച്ച് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ 0യിലും ഈ 1ലെയും കണ്ടിന്യൂറ്റിയാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കറിയാം <0 ആണെങ്കിൽ ഒരു പോളിനോമിയലാണ്. അപ്പോൾ 2x എന്നുള്ളൊരു പോളിനോമിയലാണ്, അത് ഓൾവേസ് കണ്ടിന്യൂസ് ആണ്. >1 ആണെങ്കിൽ അത് 4x ആണ്. 4xും ഒരു പോളിനോമിയലാണ്. പോളിനോമിയൽസ് ആർ ഓൾവേസ് കണ്ടിന്യൂസ് ആണ്. ആൻഡ് ഇൻ ബിറ്റ്വീൻ 0 and 1 ദറ്റ് ഈസ് ഈക്വൽ ടു 0 ആണ്, ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷനാണ്. കോൺസ്റ്റന്റ് ഫംഗ്ഷൻസ് ആർ ഓൾസോ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഈ പിന്നെ ആകെ വരുന്നത് ഈ 0 and 1 എന്നുള്ള ആ ഒരു പോയിന്റിലാണ് മാത്രമാണ് നമ്മൾ ഇനി നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ 0യിലെ കണ്ടിന്യൂറ്റി നിന്ന് ചെക്ക് ചെയ്യാൻ പോകണം. കണ്ടിന്യൂറ്റി അറ്റ് 0, 0യിലെ കണ്ടിന്യൂറ്റി. സ്പ്ലിറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് 0യിലെ ലിമിറ്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ LHL RHL ഒന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ LHL അറ്റ് 0 നമ്മുടെ ഫോർമുല നേരത്തെ പോലെ തന്നെ നമുക്ക് പോകാം. ലിമിറ്റ് h→0 f(0 - h). ഇത് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാം, അല്ലാതെ ചെയ്യാം. അപ്പോൾ ഇത് തന്നെ ഫോർമുല തന്നെ യൂസ് ചെയ്യണമെന്നില്ല. ഞാൻ ഇത് തന്നെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മളെല്ലാം ഒരേ പാറ്റേണിലാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരേ പാറ്റേൺ ഫോളോ ചെയ്താൽ ഈ പ്രോബ്ലംസ് എല്ലാം നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഇത്തരത്തിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് അല്ലാതെ തന്നെ ഡയറക്റ്റ് കണ്ടുപിടിക്കാം. ഇവരുടെ LHL കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ എക്സിന് 0 ചെറുതാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് 0 കിട്ടും. ഈ 0യിലെ RHL കിട്ടാൻ വേണ്ടി ഇതിനകത്ത് കൊടുത്താൽ മതി 0, അവിടെയും 0 കിട്ടും. f(0) 0 ആണ്. അങ്ങനെ നമുക്ക് ഡയറക്റ്റ് നോക്കി വേണേൽ കണ്ടുപിടിക്കും. പക്ഷേ ഈ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഡയറക്റ്റ് ഫോർമുല കൊടുത്ത് പോകുന്നത്. ഓക്കെ, സോ ലിമിറ്റ് h→0 f(-h) എന്ന് വരും. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്ന പോലെ തന്നെ h എന്നുള്ള ഒരു പോസിറ്റീവ് നമ്പർ ആയതുകൊണ്ട് -h നെഗറ്റീവ് ആവും. -h നെഗറ്റീവ് ആണെങ്കിൽ 0 കഴിഞ്ഞും ചെറുതാവും. 0 കഴിഞ്ഞ് ചെറുതാണെങ്കിൽ അത് ഇതിനകത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ 2 ലിമിറ്റ് h→0 2 എക്സിൻ്റെ സ്ഥാനത്ത് -h ആണ്. സോ -h ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 2 × 0 കിട്ടും. നമുക്ക് RHL നോക്കാം. RHL അറ്റ് 0 ഫോർമുല നമ്മുടെ ഫോർമുല തന്നെയാണ്. ലിമിറ്റ് h→0 f(0 + h). അതിനെ നമുക്ക് ലിമിറ്റ് h→0 f(h) ദറ്റ് ഈസ് ഈക്വൽ ടു h എന്ന് പറഞ്ഞാൽ >0 ആണ്. ഇറ്റ്സ് എ പോസിറ്റീവ് നമ്പർ ആണെന്ന് പറഞ്ഞല്ലോ. >0 ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വരും. fxൻ്റെ വാല്യൂ 0 വരും. അപ്പോൾ ഇത് 0 കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞു ഡയറക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം. LHL ആണെങ്കിൽ ഇവിടെ എക്സിന് 0 കൊടുത്താൽ മതി, ഇവിടെ ആണെങ്കിൽ RHL ആണ് ഇവിടെ കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീണ്ടും f(0) നമുക്ക് കാണാൻ സാധിക്കും. f(0) വന്നാൽ fxൻ്റെ വാല്യൂ 0 തന്നെയാണ്. അപ്പോൾ f(0) 0 തന്നെയാണ്. അപ്പോൾ അറ്റ് 0യിൽ LHL-ഉം RHL-ഉം f(0) സെയിം ആയതുകൊണ്ട് അറ്റ് 0 LHL = RHL = f(0). അപ്പോൾ ഈ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് ദ പോയിന്റ് 0. അപ്പോൾ 0യിൽ ഇത് കണ്ടിന്യൂസ് ആണ്. ഇനി നമുക്ക് വേണ്ടത് 1ലെ കണ്ടിന്യൂറ്റിയാണ്. 1ൽ നമ്മൾ ഇതുപോലെ തന്നെ ഫോർമുല അപ്ലൈ ചെയ്ത് നമുക്ക് നോക്കാം. വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഒന്ന് കണ്ടുപിടിക്കാം. 1ൽ LHL എന്ത് വരും? LHL എന്ന് പറഞ്ഞാൽ 1ൻ്റെ ലെഫ്റ്റ് സൈഡ് വരണം. ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ 0 ആണ്. നമുക്ക് നേരിട്ട് പറയാം LHL 0. RHL എന്ന് പറഞ്ഞാൽ 1നെ കഴിഞ്ഞാൽ വലിയ വാല്യൂമാണ്. അതിനകത്താണെങ്കിൽ 1ലെ പോയിന്റ് കൊടുക്കുമ്പോൾ ഇതിനകത്ത് കൊടുക്കണം. അപ്പോൾ 4 × 1 4 എന്ന് വരും. അപ്പോൾ LHL 0 RHL 4 എന്നാണ് നമുക്ക് വരേണ്ടത്. നമുക്കൊന്ന് കണ്ടുപിടിക്കാം, ഫോർമുല ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നവർ അങ്ങനെ പോകാം, ഡയറക്റ്റ് കൊടുത്ത് പോകേണ്ടവർക്ക് ഇങ്ങനെയും പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ LHL അറ്റ് 1 കണ്ടുപിടിക്കാം. LHL അറ്റ് 1
LHL at 1. LHL at 1 is equal to limit formula, limit h tends to 0, f of 1 minus h. 1 നെ കഴിഞ്ഞും ചെറുതാണ്. സോ ലിമിറ്റ് 1 നെ കഴിഞ്ഞും ചെറുതാണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ 1 നെ കഴിഞ്ഞും ചെറുതാണെങ്കിൽ 1 നെ കഴിഞ്ഞും ചെറുതാണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ ഇതാണ്. ലെസ് ദാൻ 1 എവിടെ വന്നാലും ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അതായത് 0ക്കും 1നും ഇടയ്ക്കുള്ള ഏത് വാല്യൂ എന്ന് വെച്ചാൽ 1 നെ കഴിഞ്ഞ് ചെറുതാണെങ്കിൽ ഇവിടെ വരും. അപ്പോൾ 0 വരും. സോ ഡയറക്റ്റ് നമുക്ക് വാല്യൂ എഴുതിയാൽ മതിയാവും. ഇവിടെ ഇത് ലിമിറ്റിൻ്റെ ആവശ്യമില്ല. നേരെ നമുക്ക് 1 മൈനസ് എച്ച് എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വാല്യൂ 0 തരും. ഇനി അവിടുത്തെ RHL ഒന്ന് നോക്കാം. RHL at 1 is equal to limit h tends to 0, f of 1 plus h. 1 plus h എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 1 ആണ്. ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എഫ് എക്സിൻ്റെ വാല്യൂ 4x ആണ്. അപ്പോൾ എഫ് ഓഫ് 1 പ്ലസ് എച്ചിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 4 × 1 പ്ലസ് എച്ച് ആണ്. അപ്പോൾ നമുക്ക് അതിവിടെ കൊടുക്കാം. equal to limit h tends to 0, 4 × 1 plus h. ഡയറക്റ്റ് എച്ചിന് 0 കൊടുക്കുമ്പോൾ നമുക്ക് 4 × 1 എന്ന് വരും. ദറ്റ് ഈസ് ഈക്വൽ ടു 4 എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്ക് LHL 0 എന്ന് വെച്ചു, RHL 4 ആണെന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി അറ്റ് ദ പോയിന്റ് 1 എന്ന് പറഞ്ഞാൽ ഇത് കണ്ടിന്യൂസ് അല്ല എന്ന് കാണാൻ സാധിക്കും. അപ്പോൾ 1ൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. അതേസമയം ഇത് 0ൽ ഈ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകാനും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ആ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാം. ഡയറക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. വേണമെങ്കിൽ ഇനി ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് നോക്കാം. ഇഫ് എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ 0, 2x എന്നാണ്, 0 less than or equal to x less than or equal to 1, comma it is 0 ആണ്, and equal to 4x otherwise. ഇതാണ് ഫംഗ്ഷൻ. ഇൻപുട്ട് കൊടുത്തപ്പോൾ ഇത്തിരി വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊന്നുകൂടെ ചെക്ക് ചെയ്യാം. യെസ്, ഇപ്പോൾ നമുക്ക് ആ ഫംഗ്ഷന് ഇൻപുട്ട് കൊടുത്ത് കറക്റ്റ് ആക്കിയിട്ടുണ്ട്. 2x if x less than 0, 0 if 0 less than or equal to x less than or equal to 1, 4x if otherwise മീൻസ് പിന്നെ വരുന്ന ഒരു ഡൊമൈനകത്ത് ഒരു പോയിന്റേ ഉള്ളൂ, x greater than 1 എന്നുള്ളൊരു പോയിന്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രാഫിൻ്റെ ഷേപ്പ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഗ്രാഫ് 1 എന്നുള്ള പോയിന്റ് ഒന്ന് ട്രേസ് ചെയ്തു. ഓക്കെ, 1 മിനിറ്റ്. അപ്പോൾ ഇനി ഈ ഗ്രാഫിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ വളരെ ക്ലിയർ ആണ്. ഗ്രാഫിൻ്റെ കളർ വേണമെങ്കിൽ ഒന്ന് മാറ്റാം, കാരണം അവിടെ ചെറിയ ഭാഗത്ത് നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആണ്. അപ്പോൾ ഈ ഗ്രാഫ് തന്നെ വളരെ ക്ലിയർ ആണ്, കാരണം 0ൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, ബ്രേക്ക് ഇല്ലാതെ പോവുകയാണ്. നമ്മളൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഫംഗ്ഷനെ ഇതിലേക്കൂടെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ പോയിന്റ് ഇങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വന്ന് 0ലുണ്ട്. അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇമേജ് എന്ന് പറഞ്ഞാൽ 0 തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂസ് കൊണ്ട് നോക്കിയേക്കാം. ഇമാൻ വാല്യൂ എടുക്കുവാണെങ്കിൽ ഇതിൻ്റെ കളറൊന്ന് മാറ്റാം കാണാൻ പാകത്തിന്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും ഇത് 0 വരെ, 0 വന്നു കഴിയുമ്പോൾ ഒരു ജമ്പിങ് ആണ്. 0 അല്ല 1 വന്നു കഴിയുമ്പോൾ. ഇപ്പോൾ 0ൽ പ്രശ്നമല്ല, 0ൽ ഒരു കണ്ടിന്യൂസ് ആണ്. താഴോട്ട് വേറൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ 2x ആണ്, അതുകൊണ്ട് അത് കണ്ടിന്യൂസ് ആണ്. 0ക്കും 1നും ഇടയ്ക്ക് 0 ആണ്, അപ്പോൾ അത് ഒരു കണ്ടിന്യൂസ് ആണ്. പക്ഷേ ഈ 1ൽ വരുമ്പോൾ അത് ബ്രേക്കായി. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ട് പോവാണ്. അപ്പോൾ ഇത് ഡിസ്കണ്ടിന്യൂസ് ആയി. ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ 1 എന്ന് പറഞ്ഞ പോയിന്റാണ്. ഓക്കെ, അപ്പോൾ ആ പ്രോബ്ലം നമുക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 5. സോറി 5 അല്ല, നമ്മളിപ്പോൾ 10 ആണ് ചെയ്തത്. ദെൻ 11, സോറി 12. ക്വസ്റ്റ്യൻ നമ്പർ 12ലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 12.
discuss the continuity of the function. Discuss the continuity of the function. F of x is equal to minus 2 if x less than or equal to minus 1, 2x if minus 1 less than x less than or equal to 1, and 2 if x greater than 1. ഇവിടെ നമുക്ക് നേരത്തെ പോലെ തന്നെ നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഞാനിത് കംപ്ലീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഡയറക്റ്റ് ഇനിയിപ്പോൾ നമ്മൾ ഇത്രയും പ്രോബ്ലം ഒക്കെ ചെയ്തപ്പോൾ നമുക്ക് ഇനി ഡയറക്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. ഈ -1ഉം 1ഉം ഈ രണ്ട് പോയിന്റിൽ മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി. കാരണം -1 താഴെ ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്, കണ്ടിന്യൂസ് ആണ്. 1ന്റെ മേളിലേക്ക് അത് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്, 2 ആണ്. അപ്പോൾ അതും കണ്ടിന്യൂസ് ആണ്. പിന്നെ -1നും +1നും ഇടയ്ക്ക് വരുന്ന ഒരു പോയിന്റ്, അവിടെ ആ ഒരു റീജിയൻ, അവിടെ ഇത് 2x ആണ്. അതും കണ്ടിന്യൂസ് ആണ്, കാരണം ഒരു പോളിനോമിയലാണ്. ഇനി ഈ -1 എന്നുള്ള പോയിന്റിലും ഈ 1 എന്നുള്ള പോയിന്റും മാത്രം നമ്മളൊന്ന് ചെക്ക് ചെയ്താൽ മതി. നമ്മൾ ഡയറക്റ്റ് LHL എഴുതുവാണ്. LHL ഈസ് ഈക്വൽ ടു -1ന്റെ ലെഫ്റ്റ് സൈഡാണ്. -1ന്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് -2 ആണ്. അപ്പോൾ LHL -2 എന്ന് എഴുതാം. ഇനി അവിടുത്തെ RHL നോക്കാം. RHL എന്ന് പറഞ്ഞാൽ അവിടുത്തെ RHL -1ലെ RHL എന്ന് പറഞ്ഞാൽ -1ന്റെ റൈറ്റ് സൈഡിലേക്ക് പോകും. റൈറ്റ് സൈഡിൽ വന്നാൽ ഇത് 2 ഇൻറ്റു ഇത് വരും. അപ്പോൾ -1ലെ ആണെങ്കിൽ 2 ഇൻറ്റു x എന്നുള്ളത് -2, ദാറ്റ് ഈസ് ഈക്വൽ ടു -2. അപ്പോൾ LHL -2 ആണ്, അവിടുത്തെ RHL -2 ആണ്. ഇനി f ഓഫ് -1 അത് നമുക്ക് വളരെ ക്ലിയർ ആണ്. f ഓഫ് -1 എന്ന് പറഞ്ഞാൽ ഇത് -2 തന്നെയാണ്. അതും അപ്പോൾ ഇത് മൂന്നും ഈക്വൽ ആണ്. മൂന്നും ഈക്വൽ ആയാൽ ഈ ഫംഗ്ഷന് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ f ഓഫ് -1 -2 ആണ്, LHL -2 ആണ്, RHL -2 ആണ്. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഇവിടെ കണ്ടിന്യൂസ് ആണ്, -1ൽ കണ്ടിന്യൂസ് ആണ്. ഇത് നമ്മൾ ഡയറക്റ്റ് പോവാണ് 1ൽ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യണം. അപ്പോൾ LHL at 1 നോക്കുക. 1 എന്ന് പറഞ്ഞാൽ 1ന്റെ ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ മതി. അപ്പോൾ അത് ഇതിനകത്ത് കൊടുത്താൽ മതി. 2 ഇൻറ്റു 1 ദാറ്റ്സ് ഈക്വൽ ടു 2 എന്ന് വരും. ഇനി ഇവിടുത്തെ RHL എന്ന് പറഞ്ഞാൽ 1ന്റെ റൈറ്റ് സൈഡ് വരും. അവിടെ ഇത് കോൺസ്റ്റന്റാ, 2 ആണ്. ഇനി f ഓഫ് 1 എന്ന് പറയാൻ എത്രയാണ്? f ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഇതാണ് ഈക്വൽ ടു 1 വരുന്ന പോയിന്റ്. അപ്പോൾ fx എന്ന് പറഞ്ഞാൽ 2x ആണ്. അപ്പോൾ f ഓഫ് 1 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 2 വരും. അപ്പോൾ ഇവിടെയും 1ലും ഇത് LHലും RHലും f ഓഫ് 1ഉം സെയിം ആയതുകൊണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് നമുക്ക് പറയാൻ സാധിക്കും. അപ്പം ഇത്തരത്തിൽ നമുക്ക് ഈ ടൈപ്പ് വരുന്ന പ്രോബ്ലംസിനെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇതേ മോഡലിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ച് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളത് കൂടുതൽ അതിനകത്ത് മാസ്റ്റേഴ്സായി മാറും. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 13 ക്വസ്റ്റ്യൻ നമുക്ക് ഇതാണ്. 13 ക്വസ്റ്റ്യൻ നമ്പർ 13 എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ആൻഡ് ബി സോ ദാറ്റ് ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് എഴുതിക്കൊള്ളുക. ഫൈൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ആൻഡ് ബി സോ ദാറ്റ് f ഓഫ് x ഈസ് ഈക്വൽ ടു ax plus 1 if x less than or equal to 3 and bx plus 3 if x greater than 3 is continuous at x equal to 3 is continuous at x equal to 3. ഇത് നമുക്ക് തന്നിട്ടുണ്ട്, continuous at x equal to 3. 3 എന്നുള്ള പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് തന്നിരിക്കുക. 3ൽ കണ്ടിന്യൂസ് ആണെങ്കിൽ എയും ബിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളോട് ചോദ്യത്തിന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് ആണെങ്കിലുള്ള കണ്ടീഷൻ നമുക്കറിയാം. ഇവിടെ പോയിന്റിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ അവിടെ LHലും RHലും f ഓഫ് 3യും സെയിം ആയിരിക്കും. അപ്പോൾ LHL എന്താ? നമുക്ക് LHL എന്ന് കണ്ടുപിടിക്കാം. LHL ഈസ് ഈക്വൽ ടു LHL എന്ന് പറഞ്ഞാൽ 3യുടെ ലെഫ്റ്റ് സൈഡാണ്. 3യുടെ ലെഫ്റ്റ് സൈഡ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിനകത്ത് കൊടുത്താൽ മതി. 3 ഇതിനകത്ത് കൊടുത്താൽ ഡയറക്റ്റ് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഫോർമുല ഉപയോഗിച്ച് ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് ഡയറക്റ്റ് ചെയ്യാം. സോ a ഇൻറ്റു 3 പ്ലസ് 1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3a പ്ലസ് 1 എന്ന് വരും. ഓക്കെ, LHL. ഇനി RHL എന്ന് പറഞ്ഞാൽ എന്ത് വരും? 3യുടെ റൈറ്റ് സൈഡാണ്.
റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ 3 കഴിഞ്ഞാൽ വലുതാണ്. അപ്പോൾ ഇതിനകത്ത് കൊടുത്താൽ മതി. സോ ബി ഇൻറ്റു 3 പ്ലസ് 3 ദാറ്റ് ഈസ് 3b പ്ലസ് 3 എന്ന് വരും. ഓക്കെ, ഇനി എഫ് ഓഫ് എയും സെയിം ആണല്ലോ. അപ്പോൾ എഫ് ഓഫ് 3 എന്ന് പറയാം. എഫ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ ഇറ്റ് ഈസ് 3a പ്ലസ് 1 എന്ന് വരാം. ദാറ്റ് ഈസ് ഈക്വൽ ടു സെയിം തന്നെയാണ്. ഇനി കണ്ടിന്യൂസ് ആയതുകൊണ്ട് എന്താ പ്രത്യേകത? കണ്ടിന്യൂസ് ആയതുകൊണ്ട് LHLും RHLും എഫ് ഓഫ് എയും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് സിൻസ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് നമുക്ക് എഴുതാം. സിൻസ് ഇറ്റ് ഈസ് കണ്ടിന്യൂസ് അറ്റ് x ഈക്വൽ ടു 3, LHL ഈക്വൽ ടു RHL ഈക്വൽ ടു എഫ് ഓഫ് 3. That implies 3a plus 1 is equal to 3b plus 3, or 3a minus 3b is equal to 3 minus 1. ये 1 अप्रदे हुई, और 3a times a minus b is equal to 2, or a minus b is equal to 2 over 3. So നമ്മളോട് ചോദിച്ചാണ് obtain a relationship between a and b. അപ്പോൾ എയും ബിയും തമ്മിലുള്ളൊരു കണക്ഷൻ നമുക്ക് ഇപ്പോൾ ആയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 14. ക്വസ്റ്റ്യൻ നമ്പർ 14th ക്വസ്റ്റ്യൻ ഇതാണ്. For what value of lambda fx is equal to lambda times x square minus 2x, comma if x less than or equal to 0, and 4x plus 1 if x greater than 0 is continuous at x equal to 0. And what about the continuity at x is equal to 1? Find the value of lambda such that fx is continuous at x is equal to 0, and check the continuity at x is equal to 1. x equal to 1 ile continuity നമ്മൾ ചെക്ക് ചെയ്യണം. check the continuity at x is equal to 1. okay, കണ്ടിന്യൂസ് ആണ്. x0 കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ LHL കണ്ടുപിടിക്കണം. LHL അറ്റ് 0. LHL എന്ന് പറയുമ്പോൾ 0യുടെ ലെഫ്റ്റ് സൈഡാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കൊടുക്കുമ്പോൾ ലാംഡ ഇൻറ്റു നമുക്കറിയാമല്ലോ ലിമിറ്റേഷൻസ് 0 ഫോർമുലയാണ്. നമ്മൾ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമുക്ക് ലാംഡ ഇൻറ്റു ഇത് 0 എന്ന് വരും. ദാറ്റ് ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. അപ്പോൾ LHL ഇസ് ഈക്വൽ ടു 0 എന്ന് വരും. ഇനി RHL അറ്റ് 0 ഈക്വൽ ടു RHL 0യുടെ റൈറ്റ് സൈഡാണ്. അപ്പോൾ 4 ഇൻറ്റു 0 പ്ലസ് 1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് വരും. അപ്പോൾ ഇവിടെ LHL 0 ആണ്, RHL 1 ആണ്. ഇനി നമ്മളോട് പറയുന്നത് എഫ് ഓഫ് 0 ആണ്. എഫ് ഓഫ് 0 എന്ന് പറഞ്ഞാലും ഇതിനകത്ത് 0 കൊടുത്താൽ മതി. അപ്പോഴും നമുക്ക് എഫ് ഓഫ് 0 ഈസ് ഓൾസോ ഈക്വൽ ടു 0 എന്ന്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? ഇത് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ലാംഡയ്ക്ക് ഏത് വാല്യൂ കൊടുത്താലാണ് കണ്ടിന്യൂസ് ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ LHL 0 ആണ്, ഇത് RHL 1 ആണ്. ഇത് തമ്മിൽ ഒരിക്കലും ഈക്വൽ വരത്തില്ല. 0 നോട്ട് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഈ ലാംഡയ്ക്ക് ഈ ദുനിയാവിലുള്ള ഏത് വാല്യൂ കൊടുത്താലും ഇവിടെ ഈ LHL RHL ഈക്വലായിട്ട് വരത്തില്ല. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും there does not exist a value of lambda such that fx is continuous at x is equal to 0. ലാംഡയ്ക്ക് ഏത് വാല്യൂ കൊടുത്താലും for any value of lambda fx is not continuous at x is equal to 0. അപ്പോൾ 0യിൽ ഇത് കണ്ടിന്യൂസ് ആകുന്ന പ്രശ്നമേ ഇല്ല. ഇനി നമുക്ക് 1ൽ കണ്ടിന്യൂറ്റി ചെയ്ത് നോക്കാം. അപ്പോൾ 1ൽ കണ്ടിന്യൂറ്റി ചെയ്ത് നോക്കാം. 1. അപ്പോൾ LHL at 1 എന്ന് നോക്കാം. LHL at 1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 ആണ്. 1 എന്ന് പറഞ്ഞാൽ 0 കഴിഞ്ഞ് വലുതാണ്. നമ്മുടെ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡൊമൈൻ എന്ന് പറഞ്ഞാൽ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് 0 കഴിഞ്ഞ് ചെറുതോ അതിനോട് തുല്യമോ, അല്ലെങ്കിൽ 0 കഴിഞ്ഞ് വലുത്. അപ്പോൾ ഇവിടെ 1 എന്ന് പറഞ്ഞാൽ അത് 0 കഴിഞ്ഞ് വലുതാണ്.
അപ്പോൾ 1ലെ LHL എന്ന് പറഞ്ഞാൽ 4 × 1 + 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 + 1 5 എന്ന് വരും. ഓക്കെ. ദെൻ അറ്റ് RHL എന്ന് പറഞ്ഞാൽ അറ്റ് 1 എന്ന് പറഞ്ഞാലും ഈ 0 ആയി കഴിഞ്ഞാൽ വലുതാണ്. അപ്പോഴും നമുക്ക് സെയിം തന്നെ കിട്ടും. 4 × 1 + 1 = 5 എന്ന് വരും. പിന്നെ f(1) എന്ന് പറഞ്ഞാലും അതും 1 0 ആയി കഴിഞ്ഞാൽ വലുതായതിനാൽ ഇവിടെ കൊടുത്താൽ മതി. 4 × 1 + 1 5 എന്ന് വരും. അപ്പോൾ ഇത് എക്സിന് 1 കൊടുക്കുമ്പോൾ 1 എന്നുള്ള പോയിന്റിൽ fx എന്ന് പറഞ്ഞാൽ ലാംഡ എന്നുള്ള സാധനം, ലാംഡ എന്നുള്ള വേരിയബിൾ നമ്മുടെ fxനകത്ത് വരുന്നതേ ഇല്ല. ഇറ്റ്സ് ഇൻഡിപെൻഡന്റ് ഓഫ് ലാംഡ. അപ്പോൾ ലാംഡയ്ക്ക് എന്ത് വാല്യൂ വന്നാലും നമുക്ക് പ്രശ്നമേ അല്ല. fx ഈസ് ഓൾവേസ് കണ്ടിന്യൂസ് ആണ്. അത് നമുക്ക് LHL RHL ഇങ്ങനെ എടുത്ത് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ വളരെ കൂളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. 4x + 1 എന്ന് പറഞ്ഞാൽ ഒരു പോളിനോമിയലാണ്. എക്സ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ 1 എന്ന് പറഞ്ഞ പോയിന്റും ആ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള റേഞ്ചിനകത്ത് വരും. ആ ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള റേഞ്ചിനകത്ത് വരുന്ന ഏത് പോയിന്റിലും ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പോളിനോമിയലാണ്. പോളിനോമിയൽസ് ആർ ഓൾവേസ് കണ്ടിന്യൂസ്. അത്തരത്തിൽ ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിൽ ചെയ്താൽ മതി. അപ്പോൾ രണ്ടാമത്തേൻ്റെ ഇതാണ് ഫോർ വാട്ട് വാല്യൂ ഓഫ് ലാംഡ ഡിസ്കസ് ദ വാട്ട് അബൌട്ട് ദ കണ്ടിന്യൂറ്റി അറ്റ് x = 1 എന്ന്. So it is always continuous at x = 1 and which is not at all depend on the value of lambda. അപ്പോൾ ഫസ്റ്റ് കേസിൽ ലാംഡയ്ക്ക് ഏത് വാല്യൂ കൊടുത്താലും ഇത് കണ്ടിന്യൂസ് ആണ്, പ്രശ്നമേ ഇല്ല. സെക്കൻഡ് കേസിൽ ഇത് തന്നെയാണ്, ലാംഡയുടെ വാല്യൂ ഇവിടെ നമ്മളെ അഫക്റ്റ് ചെയ്യുന്ന പ്രശ്നമേ ഇല്ല, അല്ലാതെ തന്നെ ഇത് കണ്ടിന്യൂസ് ആണ്. ഒരിക്കലും ഒരു സ്ഥലത്ത് ഇത് ലാംഡയ്ക്ക് ഏത് വാല്യൂ കൊടുത്താലും കണ്ടിന്യൂസ് ആകത്തില്ല. രണ്ടാമത്തെ കേസിൽ ലാംഡയുടെ വാല്യൂ പ്രശ്നമേ ഇല്ല, ഇത് ഓൾവേസ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് ഇത്തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ till then, goodbye.